നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം ബ്രാഹ്മണ്യ ഇന്ത്യയിലെ ജാതിവിരുദ്ധ പോരാട്ടം എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഈ ടൈറ്റിലിനെ തന്നെ ഒന്ന് പ്രശ്നവൽക്കരിക്കാനാണ് ഞാൻ പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത്. കാരണം ഈ ബ്രാഹ്മണ്യ ഇന്ത്യയിലെ ഈ ജാതിവിരുദ്ധത എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വലിയ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ബ്രാഹ്മണ്യം പ്രശ്നവൽക്കരിക്കപ്പെടാതിരിക്കുകയും ബ്രാഹ്മണ്യത്തിന്റെ പാപഭാരം മുഴുവൻ ഇന്ത്യയിലെ ദലിത ബഹുജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് ആമുഖമായി സൂചിപ്പിക്കുന്നത് ജാതി വിരുദ്ധതയല്ല, ബ്രാഹ്മണ്യ വിരുദ്ധതയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടത്. ബ്രാഹ്മണ്യ വിരുദ്ധതയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ആമുഖമായി സൂചിപ്പിക്കുമ്പോൾ ബ്രാഹ്മണ്യ ഇന്ത്യ എന്താണെന്നും എന്താണ് ജാതി വിരുദ്ധത എന്നുമൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം വിഷയങ്ങളുടെ അകക്കാമ്പിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ബ്രാഹ്മണ്യ ഇന്ത്യ എന്ന് പറയുന്നത്? ബ്രാഹ്മണ്യ ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു ഭൂതകാലമല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിന്റെ പേരുകൂടിയാണ് ബ്രാഹ്മണ്യ ഇന്ത്യ എന്ന് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നാം ജീവിക്കുന്നത്. അത് പറയുമ്പോൾ ഇന്നലത്തെ ശബരിമല മേൽശാന്തി നിയമനത്തെ സംബന്ധിച്ച് ഹൈക്കോടതി വിധിയെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഇന്ത്യ ഒരു ബ്രാഹ്മണ്യ ഇന്ത്യയാണ് എന്ന് തെളിയിക്കുന്ന സുപ്രധാനമായൊരു വിധിയാണ് ഇന്നലെ ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. എന്തായിരുന്നു വിവാദത്തിനാസ്പദമായ കാര്യം? വിഷ്ണുനാരായണൻ എന്ന പേരുള്ള ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ശാന്തിക്കാരൻ, അദ്ദേഹം താന്ത്രിക വിദ്യകളൊക്കെ പഠിച്ചു, MA സംസ്കൃതത്തിൽ 2 MA ഉണ്ട്. അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോയത്? ശബരിമലയിൽ ഒരു മേൽശാന്തി ആകണം, വേറെ ആഗ്രഹമൊന്നുമില്ല. ശബരിമലയിൽ ഒന്ന് മേൽശാന്തി ആയാൽ മാത്രം മതി. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. എന്താണ് അഫിഡവിറ്റ്? മലയാള ബ്രാഹ്മണർ ഒരു പ്രത്യേക വർഗമാണ്. നമ്മൾ വർഗസിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മലയാള ബ്രാഹ്മണർ ഒരു പ്രത്യേക വർഗമാണെന്ന് പറയുന്ന ഒരു പുതിയ വർഗസിദ്ധാന്തം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കോടതികളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഇത്തരം വിധി അപേക്ഷകളൊക്കെ കൊണ്ടുവന്നാൽ 2 കൈയും നീട്ടി സ്വീകരിച്ചു വെക്കുകയും നമ്പൂതിരിമാർക്കും മലയാള ബ്രാഹ്മണർക്കും ബ്രാഹ്മണ്യത്തിനും അനുകൂലമായ വിധികൾ നിരന്തരം പുറപ്പെടുവിക്കുക എന്നുള്ളത് ഒരു വ്രതമായി ഇന്ത്യൻ നീതിന്യായ കോടതികൾ എടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട വാദഗതികൾ നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോഴേ ഈ ബ്രാഹ്മണ്യ ഇന്ത്യയുടെ ഒരു ഭീകരത നമുക്ക് ബോധ്യപ്പെടത്തുള്ളൂ. അതായത് ശബരിമലയിൽ മലയാള ബ്രാഹ്മണർക്ക് മാത്രമാണ് പൂജിക്കാൻ അവകാശമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി നമ്പൂതിരി ബ്രാഹ്മണർ ഹാജരാക്കിയത് പരശുരാമന്റെ കഥയാണ്. പരശുരാമന്റെ കഥയുമായിട്ടാണ് പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ശാന്തിക്കാർക്ക് വേണ്ടി വാദിച്ചപ്പോൾ എതിർ കക്ഷികൾ വന്ന വാദം ഏത് തെളിവുമായിട്ട് വന്നെന്ന് ചോദിച്ചാൽ പരശുരാമന്റെ മിത്തും ഏതാണ്ട് 2019 ഇറങ്ങിയ ഒരു അയ്യപ്പന്റെ കഥയുമായിട്ടാണ് ഇവർ കോടതിയിലേക്ക് വന്നത്. ഞങ്ങളുടെ അയ്യപ്പന്റെ കഥയിൽ പറയുന്നു ശബരിമലയിൽ പൂജിക്കേണ്ടത് ബ്രാഹ്മണരാണ്. ഇങ്ങനെ അമ്മുമ്മ കഥകളുമായി ബ്രാഹ്മണ്യം കോടതികളിലേക്ക് വരികയും കോടതി ആ അമ്മുമ്മ കഥകളെ സമ്പൂർണമായി വിശ്വസിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു സമകാലിക ഇന്ത്യ കഴിഞ്ഞില്ല. ഇന്നലെ ഒരു നോട്ടീസ് കൂടി ഇതിന്റെ പുറകെ കോടതിയിൽ നിന്നും പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിധി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ വിധികൾ മുഴുവൻ വായിക്കുന്നില്ല. ഇന്നലത്തെ വിധി 192 പേജുണ്ട്. അതുപോലെ ഹൈക്കോടതി ഇന്നലെ വൈകുന്നേരം തന്നെ പുറപ്പെടുവിച്ച മറ്റൊരു നോട്ടീസ് ഉണ്ട്, അതും ഒരു 10-30 പേജുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വായിക്കണം. രണ്ടാമത്തെ നോട്ടീസിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാം. ആ നോട്ടീസിൽ പറയുന്നത് ബ്രാഹ്മണരുടെ അപേക്ഷയാണ് കോടതിയോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചപ്പോൾ ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. മേൽശാന്തി തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ അവർ പൂജാരി തസ്തികയിലേക്ക് യോഗ്യരാണെന്ന് തെളിയിക്കുന്നതിന് ഒരു സ്ഥാപനം ഉണ്ടാക്കി പൂജ പഠിക്കുന്ന ആചാര്യൻ അവർക്ക്
യോഗ്യതയുണ്ട് എന്ന് സാക്ഷ്യപത്രം കൊടുക്കാം. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ നിയമം. ഇതനുസരിച്ച് ഒരു ഈഴവ ശാന്തിക്കോ ഒരു ദളിത് ശാന്തിക്കോ ആർക്ക് വേണമെങ്കിലും പൂജ പഠിപ്പിക്കാനുള്ള സ്ഥാപനം ഉണ്ടാക്കുകയും അതിന് രജിസ്ട്രേഷൻ ഉണ്ടാവുകയും ചെയ്താൽ അവർക്കൊരു സാക്ഷ്യപത്രം കൊടുക്കാം. ഈ സാക്ഷ്യപത്രത്തിനെതിരായിട്ടാണ് ആര് കോടതിയിലേക്ക് പോയിരിക്കുന്നത്? തന്ത്രി സമാജവും അഖില കേരള മണ്ഡല സമാജവും തന്ത്രി സമാജവും, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, ഇത്തരം സമാജങ്ങളെല്ലാം കോടതിയിലേക്ക് ചെന്നു. അതിന്റെ പ്രാർത്ഥന എന്താണ്? കോടതിക്ക് മുമ്പിലുള്ള പ്രാർത്ഥന, ഞങ്ങൾക്ക് സ്ഥാപനമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, പാരമ്പര്യബദ്ധമായി ഞങ്ങൾ പൂജ പഠിച്ചവരാണ്, പൂജ അറിയുന്നവരാണ്, അതുകൊണ്ട് സ്ഥാപനമൊന്നും ഉണ്ടാക്കാതെ തന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ഇതാണ് കോടതിയുടെ മുമ്പിലുള്ള തന്ത്രി സമാജത്തിന്റെ പ്രാർത്ഥന. എനിക്ക് യാതൊരു സംശയവുമില്ല, കോടതി ആ നോട്ടീസ് വാങ്ങി വെക്കുകയും അനുവദിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു പോറ്റിയുടെ കോടതിയായി ഇന്ത്യ മഹാരാജ്യം മാറിയിരിക്കുകയാണ്. ഒരു പോറ്റി കോടതിയായി നമ്മുടെ മഹാരാജ്യം മാറിയിരിക്കുകയാണ്. സവർണ സംവരണം തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിൽ നടപ്പാക്കിയ സവർണ സംവരണം നമ്മുടെ മഹാരാജ്യം സവർണർക്ക് വേണ്ടിയുള്ള ഒരു രാമരാജ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. രാമരാജ്യത്തെ പറ്റി ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ട് ഈ വേദിയിലും ആവർത്തിക്കുന്നില്ല. അപ്പൊ അടിസ്ഥാനപരമായി രാമരാജ്യ സങ്കല്പത്തിന് അനുകൂലമായൊരു വ്യവസ്ഥാക്രമം നമ്മുടെ കോടതിയിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ബഹുജനങ്ങളെ ഏറ്റവും ഹീനരായി കാണുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഭരണഘടനയ്ക്കെതിരെ ബ്രാഹ്മണ്യം നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയ്ക്കെതിരെ ബ്രാഹ്മണ്യം നീങ്ങുകയാണ്. എല്ലാ അർത്ഥത്തിലും നീങ്ങുന്ന ഒരു കാര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശബരിമല മേൽശാന്തി നിയമനം മാത്രമല്ല, മരുമകൾ ഒരമ്മയെ സേവിക്കേണ്ടത് മനുസ്മൃതി അനുസരിച്ചാണെന്ന് പറയുന്ന ജാർഖണ്ഡ് വിധിയും, പീഡനത്തിനിരയായ ഒരു സ്ത്രീ നീതിക്ക് വേണ്ടി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ജാതകത്തിലെ ചൊവ്വാദോഷം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അലഹബാദ് സർവകലാശാലയിലെ ജ്യോതിഷ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർക്ക് നോട്ടീസ് അയക്കുന്ന കോടതി, സീതയുടെയും അക്ബറിന്റെയും പേരിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിവാദമാക്കുന്ന കോടതി, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുസ്മൃതി നോക്കിയും യാജ്ഞവൽക്യ സ്മൃതി നോക്കിയും അത്രി സ്മൃതി നോക്കിയും ഭരിക്കുന്ന ഭരണകൂടവും ഭരണഘടനാ കോടതികളും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കും. അതുകൊണ്ട് ഇത്തരം കോടതികളെ വിചാരണ കോടതികളെന്നോ ഭരണഘടനാ കോടതികളോ എന്ന് പറഞ്ഞുകൂടാ. മറിച്ച് ഇത്തരം കോടതികളെ, നീതിന്യായ പീഠങ്ങളെ മനുവിന്റെ ശാസനാലയങ്ങൾ എന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കേണ്ടത്? മനുവിന്റെ ശാസനാലയങ്ങളാണ് ഇതെല്ലാം. മനുസ്മൃതി നോക്കിയാണ് ഇവർ ഭരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരിക്കൽ പറയുന്നുണ്ട്, മനുസ്മൃതി എന്നുള്ളത് കഴിഞ്ഞുപോയ കാലത്തിന്റെ പ്രതീകമല്ല, അത് വർത്തമാന കാലത്തിന്റെ പ്രതീകമാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് അംബേദ്കർ ലക്ഷ്യമാക്കുന്നത് അനിഹിലേഷൻ ഓഫ് ബ്രാഹ്മണ്യമാണ്. അനിഹിലേഷൻ ഓഫ് ബ്രാഹ്മണ്യമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലക്ഷ്യമാക്കുന്നത്. അത് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ മാത്രമേ ഈ ജാതിവിരുദ്ധ പോരാട്ടം എന്ന് പറയുന്ന ആശയം കുറെ കൂടി ആഴത്തിൽ വ്യക്തമാകത്തുള്ളൂ. എന്താണ് ജാതി? ന്യായസൂത്രത്തിൽ പറയും, സമാന പ്രസവാത്മിക ജാതിഹി, സമാന പ്രസവാത്മിക ജാതിഹി. ഒരേ രീതിയിലുള്ള പ്രസവ രീതി, ഒരേ രീതിയിലുള്ള പ്രസവത്തെയാണ് ജാതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേ രീതിയിൽ പ്രസവിക്കുന്നവരെല്ലാം ഒരു ജാതിയിലുള്ളവരാണ്. ഇതാണ് ന്യായസൂത്രം പറയുന്നത്. അപ്പൊ മനുഷ്യരെല്ലാം ഒരേ രീതിയിൽ ജനിക്കുന്നത് കൊണ്ട് അവരെല്ലാം മനുഷ്യരാണ്. പശുക്കളെല്ലാം ഒരു രീതിയിൽ ജനിക്കുന്നുണ്ട്, ഒരു പശുക്കളാണ് എന്ന് ന്യായസൂത്രത്തിൽ പറയും. ഇതിന്റെ മറ്റൊരു വിപ്ലവാത്മകമായ വ്യാഖ്യാനം നമ്മൾ കാണുന്നത് നാരായണ ഗുരുവില. ഗുരു പറയും, മനുഷ്യാണ് മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി ഗോവിന. യഥാ ഗവാം ഗോത്വം തഥാ മനുഷ്യാണാം മനുഷ്യത്വം. എപ്രകാരമാണോ പശുക്കൾക്ക് പശുത്വം, അതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വം. പക്ഷെ ഗുരു പറയുന്ന അടുത്ത വാചകമാണ് ഏറ്റവും പ്രധാനം, ന ബ്രാഹ്മണാദിഹി അസ്യൈവം ഹാ തത്വം വേത്തി കോപിന. ഏവം തത്വം ബ്രാഹ്മണാദിഹി ന വേത്തി. ഈ തത്വം ആരറിയുന്നില്ല? ബ്രാഹ്മണാദികൾ അറിയുന്നില്ല.
പശുത്വം പോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്നുള്ള കാര്യം ആരറിയുന്നില്ല? ബ്രാഹ്മണാദികൾ അറിയുന്നില്ല. പക്ഷെ ഇതിന്റെ പാപഭാരം ആരാണ് ചുമക്കുന്നത്? ജാതി കൊണ്ട് നടക്കുന്നതെല്ലാം ഇന്ത്യയിലെ ദളിതരും പിന്നോക്ക ജാതികളുമാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ജാതി പറയുന്നത്? നിങ്ങൾക്ക് നാണമില്ല? ജാതിയെല്ലാം പോയി, ഇപ്പൊ ഭയങ്കര പുരോഗമനമാണ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ ഒരു മൂടാപ്പണിഞ്ഞുകൊണ്ട് പുരോഗമനത്തിന്റെ അടയാഭരണങ്ങൾ അണിഞ്ഞു ജീവിക്കാൻ നമ്മുടെ കാപട്യം നമ്മളെ നിരന്തരം അനുവദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജാതി വിരുദ്ധതയല്ല, ബ്രാഹ്മണ്യ വിരുദ്ധതയാണ് നാം ഇവിടെ ഉന്നയിക്കേണ്ടതും പ്രശ്നവൽക്കരിക്കേണ്ടതും. ജാതികളല്ല, സമുദായങ്ങളാണുള്ളത്. ഈ മാധവൻ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നൊരു ലേഖനം, ഒരു പുസ്തകം തന്നെ എഴുതി. അപ്പൊ ഈ സ്വതന്ത്ര സമുദായങ്ങളായി ഇന്ത്യയിൽ നിലനിന്ന വ്യത്യസ്ത സമുദായങ്ങളെ ജാതികളാക്കിയത് ബ്രാഹ്മണ്യമാണ്. അവരെ ശ്രേണീകൃതമായി തരം തിരിച്ചത് ഇന്ത്യയിലെ ബ്രാഹ്മണ്യമാണ്. അതിനുവേണ്ടി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിക്കൂട്ടിയത് ബ്രാഹ്മണരാണ്. പക്ഷെ അവരാരും പ്രശ്നസ്ഥാനത്തേ ഇല്ല. ജാതി പറഞ്ഞു നടക്കുന്നതല്ല, ഇന്ത്യയിലെ പിന്നോക്കരും ദളിതരും അല്ലെങ്കിൽ കുറച്ച് ജാതിവാദികളാണ് അവരൊക്കെ എന്ന് പറയുന്ന ഒരു നറേറ്റീവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജാതിവാദികൾ ബ്രാഹ്മണരും ഈ ഇതിഹാസ പുരാണ പാഠങ്ങൾ എഴുതിക്കൂട്ടിയ ബ്രാഹ്മണ പൗരോഹിത്യമാണ് ഏറ്റവും വലിയ ജാതിവാദികൾ. പക്ഷെ അക്കാര്യം പ്രശ്നവൽക്കരിക്കാനോ തുറന്നു പറയാനോ നാം തയ്യാറല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ ഒരു കാപട്യ ലോകത്തിനകത്താണ് നാം ജീവിക്കുന്നത്. ഈ തൃശ്ശൂരിലാണല്ലോ ഗുരുവായൂർ ക്ഷേത്രം ഉള്ളത്. ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഒരു ബ്രാഹ്മണനെ മാത്രമേ പൂജിക്കാൻ പറ്റൂ. ഒരു പാചകക്കാരനായിട്ട് പോലും ഒരു അബ്രാഹ്മണൻ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം എന്തുകൊണ്ട് നാം ഉന്നയിക്കുന്നില്ല? അപ്പൊ നമുക്ക് പുരോഗമനം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്തു മതി, ഗുരുവായൂരിനകത്തേക്ക് പുരോഗമനം കടക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് ശബരിമല മേൽശാന്തി നിയമനത്തെ അബ്രാഹ്മണർക്ക് നിയമനം കിട്ടണമെന്ന് വാദിക്കുന്നത്? വേറെ ഇവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നമുണ്ടല്ലോ, അതല്ലേ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്? തീർച്ചയായും യൂണിവേഴ്സിറ്റികളുടെ നിയമന പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ അതിനോടനുബന്ധിച്ച് ഈ ശബരിമലയിലെ മേൽശാന്തി നിയമനവും ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണ്? ഗ്രൂപ്പ് എയിൽ പെടുന്നതാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. ശബരിമല, ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം, മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രം, ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഈ ക്ഷേത്രങ്ങളെല്ലാം ഗ്രൂപ്പ് എയിൽ പെടുന്നതാണ്. ഈ ക്ഷേത്രങ്ങളുടെ മേൽശാന്തി തസ്തിക മുഴുവൻ കാലങ്ങളായി പാരമ്പര്യത്തിന്റെ പേരിൽ കയ്യവകാശമായി വെച്ചിരിക്കുന്നത് ഈ നമ്പൂതിരി ബ്രാഹ്മണരാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ വിളക്കുമില്ല, ജീർണിച്ചു കിടക്കുന്ന ഒറ്റ അമ്പലത്തിന്റെ പേരിൽ ഇവർക്ക് ആർക്കും അവകാശവാദം ഇല്ലല്ലോ? അപ്പോ ഭക്തിയല്ല പ്രശ്നം, ഈശ്വരവിശ്വാസമല്ല പ്രശ്നം, സമ്പത്താണ് പ്രശ്നം. പക്ഷേ അതിന് ഭക്തിയുടെ മേമ്പടി ചേർത്ത് ഞങ്ങളുടെ ചില അവകാശവാദങ്ങളാണ്, ഞങ്ങളുടെ ചില പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞ കാപട്യമാണ് കുറെ കാലമായിട്ട് ഈ ബ്രാഹ്മണരും അവരെ മൂട് താങ്ങുന്ന വിപ്ലവകാരികളും കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്തേക്കും പ്രവേശിക്കാൻ പാടില്ല, ശബരിമലയിലോ ഗുരുവായൂരും പ്രവേശിക്കാൻ പാടില്ല. പിന്നെ എവിടെ വിപ്ലവം നടക്കേണ്ടത്? സാഹിത്യ അക്കാദമിക്കകത്താ? ഈ ഹാളിനകത്താണോ വിപ്ലവം നടക്കേണ്ടത്? സാഹിത്യ അക്കാദമിയിൽ വിപ്ലവം നടക്കണം കേട്ടോ, സാഹിത്യ അക്കാദമിയിൽ വിപ്ലവം നടക്കണം. ആ വിപ്ലവം എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തന്നെ ആലോചിക്കുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. അപ്പൊ നമ്മുടെ വിപ്ലവം എന്ന് പറയുന്നത് പലതും പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജാതി അസമത്വത്തെ സംബന്ധിച്ച ആഴമേറിയ കാര്യങ്ങൾ പ്രശ്നവൽക്കരിക്കാൻ നാം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ മുഖംമൂടി എന്ന് പറയുന്നത്. 1934 ഒരു ടെമ്പിൾ എൻട്രി റിപ്പോർട്ട് തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. അത് പുന്നശ്ശേരിയും തമ്മിൽ നീലകണ്ഠ ശർമ്മ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങളാണ് ഈ റിപ്പോർട്ട് ആർക്ക് സമർപ്പിച്ചത്? തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിച്ചത്. ആ ടെമ്പിൾ എൻട്രി റിപ്പോർട്ടിൽ അവർണരെ ഔട്ട്കാസ്റ്റസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ജാതി ഇല്ലാത്തവരാണ് എന്നും ത്രൈവർണികരെ ജാതി ഹിന്ദുക്കൾ എന്നും ഈ ടെമ്പിൾ എൻട്രി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 34 ടെമ്പിൾ എൻട്രി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ജാതി ഇല്ലാത്തവരാണ് എന്ന് പുന്നശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു.
അപ്പൊ ജാതി ഉള്ളത് ആർക്കാണ്? ജാതി ഉള്ളത് ഇന്ത്യയിലെ സവർണർക്കാണ്. ജാതി കൊണ്ട് നടക്കുന്നത് ഇന്ത്യയിലെ സവർണരാണ്. ഇത് പറയുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സവർണതയാണ് ഹിന്ദുത്വ ഫാസിസം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ സവർണതയെ പരിപാലിച്ചുകൊണ്ട്, സവർണതയെ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം, ഇന്ത്യൻ ഹിന്ദുത്വം രാഷ്ട്രീയ അധികാര ശക്തികളായി ഇന്ത്യയിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് രാമൻ അവരുടെ രാഷ്ട്രീയ കുലദൈവമായി മാറുന്നത്? കാരണം ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ മറ്റ് ദൈവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ബ്രാഹ്മണ്യത്തിന് വേണ്ടി അകമഴിഞ്ഞ പോരാട്ടം നടത്തിയത് സാക്ഷാൽ രാമനാണ്. സാക്ഷാൽ രാമനാണ് ബ്രാഹ്മണ്യത്തിന് വേണ്ടി അകമഴിഞ്ഞ പോരാട്ടം നടത്തിയത്. ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിദുഷ്ട പരാക്രമം. പശുവിന്റെയും ബ്രാഹ്മണന്റെയും ഹിതത്തിന് വേണ്ടി തന്റെ ജന്മം തന്നെ ഒഴിഞ്ഞു വെച്ച ആളാണ് രാമൻ എന്ന് വാൽമീകി രാമായണം പറയുന്നു. അതുകൊണ്ടാണ് ഹിന്ദുത്വത്തിന് രാമൻ ഏറ്റവും അകമഴിഞ്ഞ ബിംബമായി, രാഷ്ട്രീയ കുലദൈവമായി മാറുന്നത്. എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ ദ്വാരക തേടി പ്രധാന സേവകൻ കടലിനടിയിൽ ഇപ്പോഴും നടക്കുന്നത്? കാരണം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞ് ഈ ചാതുർവർണ്ണ്യത്തിന്റെ ലോകവീക്ഷണത്തെ സാക്ഷാത്കരിച്ചത്, അത് ജീവസത്തയാക്കി നിലനിർത്തിയത് ഈ കൃഷ്ണനാണ്. അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ ഗാന്ധിയോട് ചോദിച്ചു, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നോ എന്ന് സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു. ഇന്നത് ചോദിക്കാനുള്ള ധൈര്യമില്ല എന്ന് മാത്രമല്ല, കൃഷ്ണൻ സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ദൈവമാണ് എന്ന് പറയുന്നിടം വരെ നമ്മുടെ പുരോഗമനം എത്തി നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഈ ജാതി ബ്രാഹ്മണ്യത്തെ സാധൂകരിക്കുന്ന ഒരു ആശയം നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരിക ബോധമായി, അങ്ങനെ ഒരു വിലങ്ങുതടിയായി നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വത്തിനെതിരായ പോരാട്ടം എന്ന് പറയുന്നത് സാമൂഹികമായും സാംസ്കാരികമായും നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ നിലീനമായിരിക്കുന്ന ഈ അസമത്വ ബ്രാഹ്മണ്യ ബോധ്യങ്ങളെ അഴിച്ചു കളയാതെ, വിമർശിക്കാതെ ഹിന്ദുത്വത്തിനെതിരെ രാഷ്ട്രീയമായി പോരാടാൻ നമുക്ക് സാധ്യമേ അല്ല. രാഷ്ട്രീയമായി ചിലപ്പോൾ നമുക്ക് ഇലക്ഷനെ തോൽപ്പിക്കാൻ സാധിച്ചേക്കും. സാംസ്കാരികമായും സാമൂഹികമായും ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താനേ കഴിയില്ല. രാഷ്ട്രീയമായി ചിലപ്പോൾ ഹിന്ദുത്വം പരാജയപ്പെട്ടാലും മറ്റു വേഷങ്ങളിൽ പുരോഗമനത്തിന്റെയോ അല്ലാത്ത ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് മറ്റു ചില കക്ഷികൾ വിജയിച്ചേക്കാമെങ്കിലും അവരും നടപ്പിലാക്കുന്നത് ഹിന്ദുത്വത്തിന്റെ ഈ വകഭേദങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതാണ് സവർണ സംവരണം. അപ്പൊ ചുരുക്കത്തിൽ ജാതി വിരുദ്ധത എന്ന് പറയുന്നതിൽ ചില പ്രശ്നമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണ്യ വിരുദ്ധതയാണ് നമുക്ക്. അതിന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. പുരോഗമനകാരികൾക്ക് വേണ്ടത്, ജനാധിപത്യവാദികൾക്ക് വേണ്ടത്, മതനിരപേക്ഷവാദികൾക്ക് വേണ്ടത് ബ്രാഹ്മണ്യ വിരുദ്ധതയാണ്. എന്തുകൊണ്ടാണ് ബ്രാഹ്മണ്യത്തെ നമ്മൾ തെള്ളിക്കളയേണ്ട സമ്പൂർണ്ണ അർത്ഥത്തിൽ? ഡോക്ടർ ബി ആർ അംബേദ്കർ പറയും എന്താണ് ബ്രാഹ്മണ്യം എന്ന്. ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യവ്യവസ്ഥകൾക്കെതിരായ പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. ബ്രാഹ്മണ്യത്തെ വിശാലമായ അർത്ഥത്തിലാണ് അങ്ങനെ നിർവചിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ സ്വാതന്ത്ര്യത്തെ പറ്റി ഒരു വാക്കുണ്ടോ? രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, പഞ്ചതന്ത്രം കഥകളുണ്ട്, കഥാസരിസാഗരമുണ്ട്, മഹാകാവ്യങ്ങളുണ്ട്. ഒരു വരി സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ഒരു വരി സംസ്കൃത സാഹിത്യത്തിന് എടുക്കാനുണ്ടോ? സാഹോദര്യത്തെ പറ്റി പറയുന്ന ഒരു വരി ഈ സംസ്കൃത സാഹിത്യത്തിലുണ്ടോ? ഒന്നും നമുക്ക് കിട്ടത്തില്ല. വട്ടപൂജ്യം. അടിസ്ഥാനപരമായി സംസ്കൃത സാഹിത്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ജാതി അസമത്വ വ്യവസ്ഥയെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ മുഴുവൻ ഗ്രന്ഥപാഠങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ വിമർശനാത്മകമായി പരിശോധിക്കാതെ, തുറന്നു കാട്ടാതെ ഇന്ത്യയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനേ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സമൂഹത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ധാരാളം ഗോത്രങ്ങളുണ്ട്, ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, വ്യത്യസ്ത സമുദായങ്ങളുണ്ട്. ബ്രാഹ്മണ്യ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെയെല്ലാം, ഈ വ്യത്യസ്ത സമുദായങ്ങളെയെല്ലാം ബ്രാഹ്മണ്യം എന്ത് ചെയ്തു?
ശ്രേണീകരിച്ചു. ആ നിവാസികളെ, ഗോത്ര നിവാസികളെ, ഇന്ത്യയിലെ അവർണ ബഹുജനങ്ങളെ എല്ലാം തന്നെ ശ്രേണീകരിച്ചൊരു കള്ളിക്കുള്ളിലാക്കി മാറ്റി. ഭാഗവതം ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഇന്ത്യയിലേക്ക് കടന്നു വന്ന കാംബോജർ ഉൾപ്പെടെ ഉള്ള പാർത്ഥിവന്മാരുൾപ്പെടെയുള്ള ആളുകളെ ആദ്യഘട്ടത്തിൽ ബ്രാഹ്മണർ ശൂദ്രന്മാരാക്കി നിലനിർത്തുകയും പിന്നീട് അവരെ ക്ഷത്രിയരാക്കി മാറ്റുകയും ചെയ്തു. കാരണം അവർ ഭരണാധികാരികളായി. ഭരണവും സമ്പത്തും ഉള്ളവരെ ബ്രാഹ്മണരാരാക്കി മാറ്റി? ക്ഷത്രിയരാക്കി മാറ്റി. കേരളത്തിലെ മാർത്താണ്ഡവർമ്മ അങ്ങനെ ക്ഷത്രിയനായി മാറിയ ഒരാളാണ്. ക്ഷത്രിയത്വം ജന്മം കൊണ്ട് സിദ്ധമല്ല എന്ന് സാരം. ഇങ്ങനെ മാറിയവരാണ് വർമ്മമാരായി വർമ്മ ചേർത്ത് പരിലസിച്ച് നടക്കുന്നത്. ഇങ്ങനെ ബ്രാഹ്മണരാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യയില് സ്വതന്ത്ര സമുദായങ്ങളെ ജാതികളാക്കി മാറ്റിയതും അവരുടെ മുകളിൽ അസമത്വത്തിന്റെ പാപഭാരം തെള്ളിയിട്ടതും ഇന്ത്യയിലെ ബ്രാഹ്മണ്യമാണ് എന്നുള്ളതാണ്. അതിനുവേണ്ടി ആയിരക്കണക്കിന് പേജുകൾ എഴുതി കൂട്ടിയിരിക്കുക. അത് മുഴുവനൊന്നും വായിക്കാൻ ഇവിടെ സമയമില്ലെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഈ നമ്മൾ സന്ധ്യയ്ക്ക് വായിക്കുന്ന എല്ലാ പുസ്തകങ്ങളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അത് വാൽമീകി രാമായണമാണെങ്കിലും കൊള്ളാം, എഴുത്തച്ഛൻ്റെ രാമായണമാണെങ്കിലും കൊള്ളാം, അതിന് മഹാഭാരതമാണെങ്കിലും കൊള്ളാം, ജ്യോതിഷ ഗ്രന്ഥങ്ങളാണെങ്കിലും കൊള്ളാം, ഏത് പുസ്തകം എടുത്താലും ഈ ജാതി ബ്രാഹ്മണ്യത്തെ ഉറപ്പിക്കുന്ന ഗ്രന്ഥപാഠങ്ങളാണ്. അദ്വൈത സിദ്ധാന്തം ഉൾപ്പെടെ ഇതിനെ സാധൂകരിക്കുന്ന ഗ്രന്ഥപാഠങ്ങളാണ് നമുക്കുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എഴുത്തച്ഛൻ്റെ രാമായണവും അതുപോലെ തന്നെ മഹാഭാരതം കിളിപ്പാട്ടും. അതിൽ പറയും, ശൂദ്രധർമ്മം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട് എഴുത്തച്ഛൻ. എന്താണ് ഒരു ശൂദ്രന്റെ ധർമ്മം? വന്ദനം, ശൗചവും, സ്വാമി സേവ, പിന്നെ മന്ത്രമില്ലാതെ സൽക്കർമ്മങ്ങൾ സത്യവും, അന്തരാഭക്തി കളവുകൂടാതെയും ഗോരക്ഷയും കൃഷി വാണിഭമീവക നേരോടെ ചെയ്യുക ശൂദ്രന്നിവ ലക്ഷണം. ഒരു ശൂദ്രന്റെ ലക്ഷണം എന്താണെന്ന് എഴുത്തച്ഛൻ പറയുന്നത്. അവൻ വന്ദനം ചെയ്യണം. ആരെ? ബ്രാഹ്മണനെ വന്ദിക്കണം. സ്വാമി സേവ എന്നതുകൊണ്ട് ബ്രാഹ്മണ സേവയാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രമില്ലാതെ സൽക്കർമ്മങ്ങൾ സത്യവും. മന്ത്രമില്ലാതെ വേണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. ഗോരക്ഷ, കൃഷി, വാണിഭം, ഇതെല്ലാം ഒരു ശൂദ്രന്റെ പണിയാണ്. ഇനി ഒരു സ്ത്രീയുടെ ജോലി എന്താണ്? സ്ത്രീധർമ്മം എഴുത്തച്ഛൻ വിശദീകരിക്കുന്നു. നാരായണ സമൻ ഭർത്താവിതെന്നതും ചിത്തെ ഈ വണ്ണമുള്ളൊരു തരുണിമാർ മുക്തി ചേരുമെന്ന് ചൊല്ലുന്നു വേദവും, പത്തന രക്ഷണാദ്യലങ്കരണത്വവും നിത്യമുപകരണത്തോടു വാഴുക ഭർത്തൃവണക്കമടക്കം സത്യം മിഥ്യാവാക്യന്യേ പ്രേമം ഭർത്തൃ ശുശ്രൂഷ. അപ്പൊ എഴുത്തച്ഛന്റെ ധർമ്മം എന്ന് പറയുന്നത്, സ്ത്രീകളുടെ ജോലി എന്ന് വെച്ചാൽ ദിവസവും ഭർത്താവിന്റെ കാല് കഴുകി വെള്ളം കുടിക്കുക, ഭർത്താവിനെ സേവിക്കുക, അയാളുടെ കാല് ഞെക്കുക, തിരുമുക, ഭർത്താവ് ദൈവമാണെന്ന് കരുതുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും? മരിച്ചു കഴിഞ്ഞ് സ്വർഗലോകത്ത് ചെല്ലുമ്പോൾ മുക്തി കിട്ടും. ഇതാണ് സ്ത്രീകളോട് എഴുത്തച്ഛൻ പറയുന്നത്. കഴിഞ്ഞില്ല. മഹാഭാരതം കിളിപ്പാട്ട് വലിയ വിപ്ലവ പുസ്തകമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പുസ്തകമാണ്. വിപ്ലവമാണ് മഹാഭാരതം, വിപ്ലവം. അതിലൊരു വരി കേൾക്കാം. സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു, താതൻ താൻ രക്ഷിക്കണം കൗമാര വയസ്സിങ്കൽ, ഭർത്താവ് രക്ഷിക്കണം വാർദ്ധക്യ വയസ്സിങ്കൽ. സന്ധ്യക്കിരുന്ന് ചൊല്ലുന്ന, വിളക്ക് കത്തിച്ച് 5 തിരിയിട്ട് ചന്ദനത്തിരിയും കർപ്പൂരവും വിളക്ക് പുഷ്പം എല്ലാം വെച്ച് സന്ധ്യക്കിരുന്ന് വായന. എന്തോ വായിക്കുന്നത്? പെണ്ണുങ്ങൾ വന്നിരുന്ന് വായിക്കുക. സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു. ഭഗവാനെ, വളരെ ഭക്തിപൂർവം ചൊല്ലുക. സ്വാതന്ത്ര്യം, പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണനെന്നു നൂനം, മൂർഖനാകിലും ഭർത്താ നാരിമാർക്കെല്ലാം ദൈവം. ലോകങ്ങളുടെ മുഴുവൻ ദൈവം ആരാണ്? ബ്രാഹ്മണനാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയില് ഭൂരിഭാഗം ബ്രാഹ്മണരാ ജഡ്ജിമാര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബാബറി മസ്ജിദിനെ സംബന്ധിച്ച വിധി ഇമാതിരി വിധിയായി പോകാൻ കാരണം എന്താ? മുഴുവൻ ബ്രാഹ്മണരിരുന്ന് വിധി പറയുന്നിടത്ത് വേറെന്താണ് നമുക്ക് നീതി ലഭിക്കുവോ? എങ്ങനെ നീതി ലഭിക്കാനാ? ഒന്ന് ആലോചിച്ച് നോക്കൂ.
ആ വിധി പറയുന്ന ജഡ്ജിമാരിൽ ഒരു 3 മുസ്ലിം സ്ത്രീകളും ഒരു 2 ദളിത് പ്രതിനിധികളും ആണ് ആ ജഡ്ജിമാരുടെ സ്ഥാനത്തെങ്കിൽ ആ വിധി എങ്ങനെയായി തീരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് ഇങ്ങനെ ഇന്ത്യക്ക് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയത്തെ ഇന്ത്യൻ സമൂഹം കൈയൊഴിഞ്ഞതിന്റെ ആഘാതങ്ങളാണ് നാം അനുഭവിക്കുന്നത്. പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയം നാം ഉപേക്ഷിച്ചിരിക്കുന്നു. ബ്രാഹ്മണർ വലിയ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ബ്രാഹ്മണ്യത്തിന്റെ സമ്പൂർണമായ അധികാര അധിനിവേശം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ കേവലം 129 പേര് മാത്രമേ ആരുള്ളൂ? ദളിത് ജനവിഭാഗങ്ങളുണ്ട്. OBC-ക്കാരുടെ കാര്യം കഷ്ടമേ കഷ്ടം. മുസ്ലിങ്ങളുടെ കാര്യം പറയാനുമില്ല. ഭൂരിഭാഗവും ബ്രാഹ്മണരാ. ഒരു അയ്യങ്കാർ സൊസൈറ്റി ആയിട്ട് IIT-കൾ മാറിയിരിക്കുക. മറ്റ് സർവകലാശാലകളുടെ കാര്യം പറയുന്നില്ല. എയിംസിന്റെ കാര്യം ഒന്നും സൂചിപ്പിക്കേണ്ടതേ ഇല്ല. ഈ രീതിയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു ബ്രാഹ്മണ്യ ഭരണമാണ്. ക്യാബിനറ്റ് സെക്രട്ടറിമാർ എണ്ണമെടുക്കണം, എത്ര പേരുണ്ടെന്ന് പരിശോധിക്കണം, എല്ലാം സവർണരാ. അപ്പൊ സവർണരാൽ നടത്തപ്പെടുന്ന ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറിക്കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും. ചിലപ്പോൾ മുൻസിഫ് കോടതിയിലൊക്കെ PSC പരീക്ഷ നടത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷയൊക്കെ നടത്തിയ ആരെങ്കിലുമൊക്കെ താഴേക്കിടയിലുള്ള കോടതിയിൽ ആരെങ്കിലുമൊക്കെ കയറി. ബാക്കി മുഴുവൻ ഈ രീതിയിൽ സവർണരാൽ ഭരിക്കപ്പെടുന്ന ഒരു കോടതിയും സിസ്റ്റവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക. അതുകൊണ്ട് അവിടെ നിന്നും ഒരിക്കലും നീതി ലഭ്യമാകാനേ പോകുന്നില്ല. കാരണം നീതിയെപ്പറ്റി സവർണതയ്ക്ക് യാതൊരു ആകുലതയുമില്ല. സവർണതയുടെ ലക്ഷ്യം സവർണത നിരന്തരം നിലനിർത്തുക എന്നുള്ളതാണ്. ബ്രാഹ്മണ്യത്തിന്റെ ആയുസ് നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ കോടതികളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് ഇന്നലെ ശബരിമല വിധിയിലും കണ്ടത്. ബ്രാഹ്മണ്യത്തിന്റെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കുക, അത് ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടാതിരിക്കുക. അതാണ് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മണ്യം യുഗയുഗാന്തങ്ങൾ തുടരണം. അതിന് എല്ലാ അർത്ഥത്തിലും കോടതിയെപ്പോലും ഹിന്ദുത്വ ഭരണകൂടം ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിവിധ വിധികൾ എടുത്ത് പരിശോധിക്കാം. ആത്യന്തികമായി ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സ്വത്വം രൂപീകരിച്ചതിൽ കോടതികൾക്ക് നിസ്സാരമല്ലാത്ത പങ്കുണ്ട്. ശബരിമല വിധിയെ സംബന്ധിച്ച് ഇപ്പോൾ വിശാലമായ ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിൽ ആ വിഷയമുണ്ട്. പക്ഷെ അപ്പോൾ പോലും എന്താണ് വിഷയം വരുമ്പോൾ എന്താണ് പരിശോധിക്കുന്നത്? തന്ത്രസമുച്ചയം കുഴിക്കാട്ട് വെച്ചാണ് പരിശോധിക്കുന്നത്. അല്ലാതെ ഇന്ത്യൻ ഭരണഘടനയുടെ വിശാല താല്പര്യങ്ങളല്ല കോടതിക്ക് മുമ്പിലുള്ളത്. തന്ത്രസമുച്ചയം എടുത്തു വെച്ച് പരിശോധിക്കുകയാണ്. തന്ത്രസമുച്ചയം അനുസരിച്ച് ആരാണ് പൂജ ചെയ്യാൻ അധികാരി? വിപ്രകുലീനഃ കൃതസംസ്ക്രിയൗകഃ സ്വതീത വേദാഗമ തത്വവേത്ത. ഒരു ഉന്നത കുലത്തിൽ ജനിച്ച ബ്രാഹ്മണന് മാത്രമേ പൂജാരിയാകാൻ കഴിയൂ എന്നാണ് തന്ത്രസമുച്ചയം പറയുന്നത്. തന്ത്രസമുച്ചയം അനുസരിച്ചാണോ 1888 സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ അരിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്? ഈ തന്ത്രസമുച്ചയത്തെ തള്ളിക്കളഞ്ഞിട്ടല്ലേ അദ്ദേഹം അരിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്? പക്ഷെ ഇപ്പോൾ നാരായണ ഗുരുവിന്റെ അനുയായികൾക്ക് പോലും തന്ത്രസമുച്ചയവും വേണം, പൂണൂലും വേണം. പൂണൂലില്ലെങ്കിൽ എന്തോ കുറവാണെന്നുള്ള നിലയ്ക്കാണ് അവര് പോലും ഇതിനെ കാണുന്നത് എന്നുള്ള വിധിവൈപരീത്യത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പൂണൂൽ എന്തോ മഹത്തായ കാര്യമാണെന്നാണ് കരുതുന്നത്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു ലോകവീക്ഷണത്തിനകത്തൂടാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ബ്രാഹ്മണ്യത്തെ സാധൂകരിക്കുന്ന ഒന്നായി നമ്മുടെ ഭരണഘടനാ കോടതികൾ തന്നെ മാറിത്തീർന്നിരിക്കുന്നു. ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്വത്വത്തെ, ഒരു ഐഡന്റിറ്റിയെ ബ്രാഹ്മണികമായ കാഴ്ചപ്പാടിൽ കോടതികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഏത് വിഷയവുമായി ചെന്നു കഴിഞ്ഞാലും അതിന് ഭാഗവതവും രാമായണവും തന്ത്രസമുച്ചയവും കുഴിക്കാട്ടുപച്ചയും അയ്യപ്പചരിതവും സ്കന്ദപുരാണവുമാണ് കോടതി വായിക്കുന്നത്. തമാശയല്ല. ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധിച്ച ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് സ്കന്ദപുരാണത്തിന്റെ ഭാഗമായ അയ്യപ്പചരിതമാണ് കോടതിയിൽ ചർച്ചാ വിഷയമായത്. അപ്പൊ അയ്യപ്പചരിതത്തിൽ ശബരിമലയിൽ പൂജിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് അവര് മാത്രം പൂജിച്ചാൽ മതി. ഇതാണ് എതിർകക്ഷികളുടെ വാദം. അയ്യപ്പചരിതവും തേടി ഞാൻ സ്കന്ദപുരാണം നോക്കി. സ്കന്ദപുരാണത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ അയ്യപ്പചരിതം എപ്പോൾ കെട്ടിയുണ്ടാക്കി? അയ്യപ്പചരിതം ശബരിമല വിവാദ കാലത്ത് കെട്ടിയുണ്ടാക്കി. സംസ്കൃതം അറിയാമെങ്കിൽ ഒരു ശ്ലോകം ഉണ്ടാക്കാനാണോ പാട്? ഇങ്ങനെയാണ് ശ്ലോകങ്ങൾ കെട്ടിച്ചമച്ചിട്ടുള്ളത്. അമ്മുമ്മ കഥകൾ തുടർന്നുണ്ടായെന്നും കാലിക്കൂടെ ഉണ്ടായി, കഴുത്തേക്കൂടെ ഉണ്ടായി, കണ്ണീക്കൂടെ വന്നു, കാലിക്കൂടെ വന്നു എന്നൊക്കെ പറയുന്ന അമ്മുമ്മ കഥകൾ
ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ വീട്ടിൽ ടി വി വെച്ചപ്പം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സൂര്യ ടി വിയാണ് വന്നത്. സൂര്യ ടി വിയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുകയാണ്. ആ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ്റെയും മാളയപ്പുറത്തിൻ്റെയൊക്കെ വേഷം കെട്ടി ഒരു ചെറിയ സ്കിറ്റ് നടക്കുകയാണ്. ആ സ്കിറ്റിൻ്റെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമല സ്ത്രീകൾക്ക് പ്രവേശിക്കാമോ ഇല്ലയോ, ഇതാണ് ആ സ്കിറ്റിൻ്റെ ചർച്ചാ വിഷയം. ആ ചാനൽ ആ സ്കിറ്റ് നടക്കുന്ന വിധികർത്താക്കളിൽ ഭൂരിപക്ഷവും ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നത് എന്തോ പാപമായിട്ട് കാണുന്നവരാ. അപ്പം നമ്മുടെ ചാനലുകളിലൂടെ നമ്മൾ കാണുന്ന വൈകുന്നേരത്തെ സീരിയലുകളിലൂടെ കുടമ്പ് വിളക്ക്, നിലവിളക്ക്, പവിത്ര വിളക്ക്, മറ്റേ വിളക്ക്, മറിച്ചേ വിളക്കെന്ന് പറഞ്ഞ് എണ്ണമറ്റ സീരിയലുകളുണ്ടല്ലോ. ഇതെല്ലാം ഹിന്ദുത്വത്തെയും ബ്രാഹ്മണ്യത്തെയുമാണ് നിരന്തരം പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ പണിയൊന്നും ഉണ്ടേലും ഇല്ലേലും ഏതാണ്ട് 6 മണി മുതൽ തുടങ്ങും. ഇതിങ്ങനെ കണ്ട് ബ്രാഹ്മണ്യത്തെ നമ്മൾ സ്വാംശീകരിക്കുകയാണ്. ഇനി അമ്പലത്തിൽ സമാധാനത്തിന് വേണ്ടി അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണല്ലോ ആളുകൾ സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താ കേൾക്കുന്നത്? ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു, അജൻ ചത്ത് ഗജമായി പിറക്കുന്നു, ഈച്ച ചത്ത് പൂച്ചയായി തീരുന്നു. വെളുപ്പിനെ നട തുറക്കുമ്പോൾ തന്നെ കേൾക്കുന്ന പാട്ടുക. നിർമാല്യം തൊഴാൻ പോയിരിക്കുക. കേൾക്കുന്നത് എന്താ? ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. ഇത് എഴുതിയതാരാണ്? പൂന്താനം. വിപ്ലവകാരി, മഹാവിപ്ലവകാരി പൂന്താനം. ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ. കേരളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള അക്കാദമിക ജേണലുകളിൽ നമ്മുടെ കേരളത്തിലെ ആധുനിക നവോത്ഥാന നായകന്മാർ എഴുതിയുണ്ടാക്കിയ പ്രബന്ധങ്ങളാണ്. പൂന്താനം വിപ്ലവകാരി, എഴുത്തച്ഛൻ വിപ്ലവകാരി, AR രാജരാജവർമ്മ വിപ്ലവകാരി, മുഴുവൻ ആളുകളും വിപ്ലവകാരികളാണ്. കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ കാലുകുത്തിയപ്പോൾ കേരള ഭൂമി അശുദ്ധമായി എന്ന് ആംഗല സാമ്രാജ്യത്തിൽ എഴുതിയ ആളാണ് AR രാജരാജവർമ്മ, മഹാവിപ്ലവകാരി. ഇങ്ങനെ വിപ്ലവം കൊണ്ട് നമുക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ സാംസ്കാരിക ബോധമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സൗന്ദര്യാനുഭൂതിയാകട്ടെ, നമ്മുടെ സങ്കല്പങ്ങളാകട്ടെ, ഏതു തരത്തിലുള്ള മനോമണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അടിമുടി ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്താണ് നാം ജീവിക്കുന്നത്. ഇപ്പൊ ചുരുക്കത്തിൽ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത് വിശ്വാസ പാരമ്പര്യത്തിലൂടെയും കഥകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രാഹ്മണ്യമാണ് പ്രശ്നം, ബ്രാഹ്മണരൊരു പ്രശ്നമൊന്നുമല്ല. ബ്രാഹ്മണരിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, വിപ്ലവകാരികളായ ആൾക്കാരും ബ്രാഹ്മണരിലുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബ്രാഹ്മണ്യം പോലെ തന്നെ ബ്രാഹ്മണരും പ്രശ്നമാണ് എന്നുള്ളതാണ്. ഒരു വംശീയവാദം ഉന്നയിക്കുകയല്ല. ബ്രാഹ്മണർ എന്ന സ്വത്വം അവർ ഉപേക്ഷിക്കാൻ തയ്യാറാകണം, സമ്പൂർണമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് മാറത്തുള്ളൂ. ബ്രാഹ്മണർ മുതലായ സ്ഥാനമാന പദവികൾ ഇന്ത്യയിലെ സവർണർ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. പക്ഷേ വിപ്ലവം പ്രസംഗിക്കുകയും ജാതിവാലികളായി മേനോനെന്നും ഒക്കെ ഇപ്പോഴും അന്തസ്സായി കൊണ്ടു നടക്കുന്ന, ആത്മാഭിമാനത്തിന്റെ പ്രതീകമായി കൊണ്ടു നടക്കുന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അതേസമയം മാർക്സിന്റെ പുസ്തകം വായിക്കും, മൂലധനം എല്ലാം വായിക്കും, ഭയങ്കര വായനയാണ്. പക്ഷേ പേരിൻ്റെ അറ്റത്ത് എന്ത് കാണും? ഈ പുരോഗമനകാരിയുടെ പേരിൻ്റെ അറ്റത്ത് ഈ ജാതി അഭിമാനത്തെ കാണിക്കുന്നൊരു വാലും കൂടെ കാണും. ഇതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് അങ്ങനെ തുടരുന്നു? കാരണം നമ്മുടെ കഥകളിലൂടെ, വിശ്വാസ പാരമ്പര്യത്തിലൂടെ ഈ ബ്രാഹ്മണ്യം സാധൂകരിച്ച് നിലനിൽക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഐതിഹ്യമാല എടുത്ത് പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. ഐതിഹ്യമാലയിൽ ഏത് കഥകളാണ് ബ്രാഹ്മണ്യത്തെ സ്തുതിക്കാത്തത്? എല്ലാ കഥകളും ബ്രാഹ്മണ്യത്തെ സാധൂകരിക്കുന്ന കഥകളാണ്. ഏറ്റവും നല്ല മനുഷ്യർ ബ്രാഹ്മണരാണ് എന്ന് നിരന്തരം പറയുന്ന ആഖ്യാനങ്ങളാണ് ഈ പുസ്തകത്തിൽ നിറയെ ഉള്ളത്. ഐതിഹ്യമാലയിൽ കേരളത്തിൽ എഴുതപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. കൊടുമൺ പോറ്റി ഉണ്ടാകുന്നതും കുഞ്ചമൺ പോറ്റി ഉണ്ടാകുന്നതും ചാത്തൻ അധകൃതനാകുന്നതിനും വിരൂപനാകുന്നതുമൊക്കെ ഈ ബ്രാഹ്മണ്യത്തിന്റെ കാഴ്ച കോണുകളിലൂടെയാണ്.
നിങ്ങൾ ഭ്രമയുഗം സിനിമ കണ്ടവർക്ക് അത് ചിലപ്പം ബോധ്യപ്പെട്ടേക്കും. ഭ്രമയുഗം സിനിമയിൽ ചാത്തൻ വിരൂപിയായി അവതരിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണ്യത്തിന്റെ ദൈവങ്ങളെല്ലാം വളരെ ക്ലീൻ ഷേവ് ചെയ്ത സ്വർണം ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മയിൽപ്പീലി അല്ലെങ്കിൽ അമ്പ് വില്ല് ഒരിക്കലും കാണാത്ത രീതിയിൽ ദിവ്യമായ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ചിത്രങ്ങളിൽ ഒക്കെ തെളിഞ്ഞു വരുന്നത്. പക്ഷെ നിങ്ങൾ വാൽമീകി രാമായണം ഒന്ന് വായിച്ചു നോക്കിയാൽ ഈ പട്ടുവസ്ത്രം പോയിട്ട് ഒരു മരവുരിയെങ്കിലും ഉടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഭാഗ്യമെന്നേ നമുക്ക് തോന്നും. ആ രീതിയിൽ വാൽമീകി രാമായണം പരിശോധിച്ചാൽ അറിയാം. രാമായണ സീരിയലിൽ നമ്മൾ കാണുന്ന എന്താണ്? കിഷ്കിന്ധയെ കാണിക്കുന്നത് ഒരു വലിയ രാജകൊട്ടാരമായിട്ടാണ് കിഷ്കിന്ധയെ രാമായണ പരമ്പരയിൽ കാണിക്കുന്നത്. പക്ഷേ വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുഹകളുള്ള ഒരു പൊന്തക്കാട് മാത്രമാണ്. ഒരു പൊന്തക്കാടാണ് കിഷ്കിന്ധ. അയോധ്യ എന്ന് പറയുന്ന രാജധാനി എങ്ങനെയാണ് നമ്മുടെ രാമായണം സീരിയലിൽ നാം കണ്ടത്? തറയൊക്കെ നല്ല ഗ്രാനൈറ്റും മാർബിളും ഒക്കെ. എവിടുന്ന് ഈ മാർബിൾ ഇത്രയും പോളിഷ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ചിന്തിച്ചു പോകും. പക്ഷേ വാൽമീകി രാമായണം വായിക്കുമ്പോൾ രാമനും സീതയും വനവാസത്തിനായി പോകുന്ന സന്ദർഭത്തിൽ കൗസല്യ പാംസുസ്നാനിതയായി എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. കൗസല്യ പാംസുസ്നാനിതയായി. പാംസു എന്ന് പറഞ്ഞാൽ മണ്ണിൽ പുതഞ്ഞവളായി തീർന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ പുതയണമെങ്കിൽ ഈ രാജകൊട്ടാരത്തിൽ ഇതിന് മാത്രം മണ്ണ് ഇവിടുന്ന് വന്നു? സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ചുട്ടെടുത്ത ഇഷ്ടിക പോലും അന്ന് ലഭ്യമല്ലായിരുന്നു. വെയിലത്തുണക്കിയ കട്ട വെച്ച് കഴിഞ്ഞാൽ മണ്ണെല്ലാം പൊടിഞ്ഞു വീഴും. അതിനകത്ത് വീണാൽ ദേഹത്തെല്ലാം മണ്ണാവും. ഇതായിരുന്നു അവസ്ഥ. വാൽമീകി രാമായണം വായിച്ച വളരെ വ്യക്തമാണ് ഇതൊക്കെ. പക്ഷെ പരമ്പരകളിൽ കണ്ട് മഞ്ഞളിക്കുകയാണ് നമ്മൾ. ഇത് വിശദീകരിക്കാൻ കാരണം നിലവിലില്ലാത്തൊരു മായാലോകത്തിലേക്ക് ബ്രാഹ്മണ്യം നമ്മളെ കൊണ്ടുപോവുകയാണ് എല്ലാ അർത്ഥത്തിലും. ഈ ബ്രാഹ്മണ്യത്തിന്റെ മായാലോകത്തിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ ഒരു സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷത പരിണതപ്രജ്ഞരായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് തുല്യത അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യർക്കിടയിലെ തുല്യത ബ്രാഹ്മണ്യം അംഗീകരിക്കുന്നേ ഇല്ല. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും, വസുദൈവ കുടുംബം എന്നൊക്കെ പറയും. പറച്ചില് മാത്രമേ ഉള്ളൂ. ലോകാസമസ്ത സുഖിനോ ഭവന്തിന് തൊട്ടുമുമ്പുള്ള വരികൾ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ കശ്മമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വസ്തി പ്രജാഭ്യാം, പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവട്ടെ, പ്രജകൾ പരിപാലിക്കപ്പെടട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ, ന്യായമായ മാർഗത്തിലൂടെ രാജാവ് ഈ രാജ്യത്തെ പരിപാലിക്കട്ടെ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, പശുവിനും ബ്രാഹ്മണർക്കും സുഖം ഉണ്ടാകട്ടെ. ഇന്ത്യയിലെ വേറെ ആരുടെയെങ്കിലും കാര്യം ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിലെ സ്ത്രീകള്, ദളിതര്, പിന്നോക്ക ജാതിക്കാര്, മുസ്ലിങ്ങള്, ട്രാൻസ്ജെൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? പശുവിനും ബ്രാഹ്മണർക്കും സുഖമാണെങ്കിൽ ലോകം മുഴുവൻ ബഹുഭേഷ് ബലേഭേഷ്. ഇതാണ് കാഴ്ചപ്പാട്. രണ്ടാമത്തത് ഇപ്പോഴും G20 ആപ്തവാക്യമായിരുന്നു വസുദൈവ കുടുംബകം. നമ്മളും വിചാരിക്കും ആഹാ മനോഹരം, വസുദൈവ കുടുംബകം, ലോകം മുഴുവൻ ഒരു കുടുംബമാണ്. പക്ഷേ ആ കഥ പറയുന്നത് എവിടാണ് നമ്മൾ പരിശോധിക്കണം. പഞ്ചതന്ത്രത്തിലാണ് ഈ ശ്ലോകത്തിന് ആധാരമായ കഥയുള്ളത്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് 10,000-കണക്കിന് വേദികളിലും പറഞ്ഞാലും മതിയാവില്ല എന്നതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. ഈ കഥ പറയുന്നത് പഞ്ചതന്ത്രത്തിലാണ്. വിഷ്ണു ശർമ്മ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഉണ്ടാക്കിയ പഞ്ചതന്ത്രം കഥയിലാണ് ഈ ശ്ലോകമുള്ളത്. അവിടെ പറയുന്നത് ഒരു കുറുക്കൻ ആടുകളുടെ അടുത്ത് എന്ന് പറയുകയാണ്, വസുദൈവ കുടുംബം, നമ്മളെല്ലാം ഒന്നല്ലേ, ആടെന്തിനാണ് കുറുക്കൻ എന്തിനാണ് ആടിൻ്റെ അടുത്ത് വസുദൈവ കുടുംബം എന്ന് പറയുന്നത്? കാരണം ഈ ആടിനെ എല്ലാം കൂടെ കിട്ടിയാലേ പുള്ളിക്കാരന് സുഭിക്ഷമായിട്ട് ഈ ആടുകളെ കൊന്നു തിന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് വസുദൈവ കുടുംബത്തിന്റെ പ്രത്യയശാസ്ത്രം. അത് ആടുകളെ കൊന്നു തിന്നാനുള്ള പ്രത്യയശാസ്ത്രമാണ് വസുദൈവ കുടുംബത്തിന്റെ ആധാരം. അതുകൊണ്ട് ഇത് കേട്ട് ഭാഗവത സപ്തായജ്ഞവേദികളിലും രാമായണ സത്രത്തിലും വസുദൈവ കുടുംബകം ആർഷഭാരതത്തിന്റെ വലിയ തത്വജ്ഞാനമാണെന്നൊക്കെ പറയും. പക്ഷേ
നമ്മൾ ആ ഗ്രന്ഥം ഒന്നെടുത്ത് വായിച്ചു നോക്കുമ്പോഴേ അതിലെ അപകടം എത്രമാത്രം ഭീകരമാണ് എന്ന് ബോധ്യപ്പെടത്തുള്ളൂ. ഇവിടെ മനോജ് മിട്ട സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഹിംസ, വയലൻസ്. നമ്മൾ വയലൻസിനകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. വയലൻസ് ഏറ്റും വയലൻസ് കൊടുത്തും വയലൻസിനകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സൃഷ്ടിച്ചത് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ്. വയലൻസ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവമാണ്. ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവമായിട്ട് പറയുന്നത് സാത്വികതയാണ്. അതാ ഒരു സാത്വികനായ മനുഷ്യൻ വരുന്നു. ആരാണ് ഈ സാത്വികൻ? പച്ചടിയും കിച്ചടിയും സാമ്പാറും കഴിക്കുന്നവരാണ് സാത്വികർ. ഇങ്ങനെ നമ്മുടെ മനോമണ്ഡലത്തെ ആകമാനം ബ്രാഹ്മണ്യം ഈ രീതിയിൽ കോൺഫിഗറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ് സാത്വികത എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ. ഈ സാത്വിക ബ്രാഹ്മണ്യമാണ് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി ഈ ജാതി അടിമത്ത വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും നമ്മളത് കണ്ടു, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും നിങ്ങളത് കാണും. കാരണം പ്രസാദം എറിഞ്ഞേ തരത്തുള്ളൂ. എത്ര പേരുടെ കയ്യിൽ പ്രസാദം വെച്ചു തരും? ലജ്ജയില്ലാത്ത മനുഷ്യര് പിന്നെയും പോയി കൈ നീട്ടും. ലജ്ജയില്ല. കാരണം ബ്രാഹ്മണ്യം നമുക്ക് ലജ്ജയുണ്ടെന്ന് പോലും നമ്മളെ കൊണ്ട് മറവിയിൽ അകപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ മുമ്പിൽ ഓശാനിച്ച് നിൽക്കുകയാണ്. തീർത്ഥം ഒഴിക്കുമ്പോൾ ഓശാനിച്ച് നിൽക്കുകയാണ്. പ്രസാദം എറിഞ്ഞു തരുന്നു. പണ്ട് നമ്മുടെ നടവഴികളിലും പെരുവഴികളിലുമാണ് ഹോ ഹോയ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിനകത്ത് മേൽശാന്തി വരുമ്പോൾ മാറിക്കൊടുക്കേണ്ട അവസ്ഥാവിശേഷം നിലനിൽക്കുന്നു. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ഭാസ്കരൻ ഉണ്ണി ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ ഒരു സവിശേഷമായ സ്റ്റേറ്റ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പേരാണ് അമ്പലരാജ്യം എന്ന്. അമ്പലരാജ്യത്തിന് വേറെ നിയമങ്ങളാണ്. ഇന്ത്യ ഇന്നൊരു അമ്പലരാജ്യമായി മാറിയിരിക്കുക. ഇന്ത്യ ഇന്നൊരു അമ്പലരാജ്യമായി മാറിയിരിക്കുന്നു. ആ ഹിന്ദുത്വം അതിന്റെ ആത്മാവായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ ബ്രാഹ്മണ്യം അതിന്റെ ശരീരവുമായി എല്ലായി തോലായി പരിണമിച്ചിരിക്കുന്നു. നമ്മളെയെല്ലാം നിരന്തരം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സമ്പൂർണാർത്ഥത്തിൽ നിശബ്ദമാക്കുന്ന വ്യവസ്ഥിതിയായി അത് തുടരുന്നു. എങ്ങനെ ഇത് ഒന്ന് അവസാനിപ്പിക്കും? ചിലർ പറയുന്നു ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നാൽ ഇത് അവസാനിക്കും. മറ്റ് പുരോഗമനത്തെ പറ്റി പറഞ്ഞാൽ ഇത് അവസാനിക്കും. നല്ല രാമനെ പറ്റി പറഞ്ഞാൽ ഇത് അവസാനിക്കും. നല്ല കൃഷ്ണനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാം. കാരണം വിശ്വാസികളുടെ ഹൃദയം നോവും ഇതൊക്കെ പറഞ്ഞാൽ. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിനൊന്നും ഒരു പ്രശ്നമില്ലേ? അപ്പൊ ബ്രാഹ്മണ്യത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഉടനെ വ്രണപ്പെടുക അല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി, ആയിരത്താണ്ടുകളായി ഇന്ത്യൻ ബ്രാഹ്മണ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാമൂർത്തികളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത് തന്നെ. കാരണം ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് സ്വന്തമായി ദൈവസങ്കല്പങ്ങളൊന്നുമില്ല. അവർക്ക് കുറച്ച് ഇന്ദ്രനും വരുണനും യമനും ഒക്കെ ഉണ്ട്. ഇനി യമന്റെ യമിയുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഋഗ്വേദം തുറന്നൊന്ന് വായിച്ചു നോക്കണം. വള്ളത്തോട് മനോഹരമായി തർജ്ജമ ചെയ്തിട്ടുണ്ട്. യമി യമനോട് പ്രാർത്ഥിക്കുകയാണ്, നീലവിശാലമാം വൻകടലിൽ ഏകാന്തമാമീ മണൽ തുരുത്തിൽ ആമോദം ഉൾക്കാമ്പിലേറ്റമേകും കാമലീലോത്സവം ആസ്വദിക്കാൻ എൻ പ്രിയ സോദരനാകും നിന്നെ വൻപെരുമീ ഞാൻ ക്ഷണിച്ചിടുന്നു. സഹോദരിയായ യമി സഹോദരനായ യമനെ രത്യുത്സവത്തിന് വിളിക്കുകയാണ്. വരൂ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, വേറെ പണിയൊന്നുമില്ല, വന്നാട്ടെ. എന്തിന്? കാമലീലോത്സവം ആസ്വദിക്കാൻ. ഋഗ്വേദം വലിയ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്നാണ് പറയുന്നത്. ഋഗ്വേദത്തിലാണ് സഹോദരി സഹോദരനെ കാമപൂരണത്തിന് വിളിക്കുന്നത്. ഋഗ്വേദം നമ്മുടെ മഹത്തായ പാരമ്പര്യ ഇത് ബ്രാഹ്മണ്യത്തിന്റെ ഹിംസാ സംസ്കാരമാണെന്ന് പറയണ്ടേ നമ്മള്? അത് മുഴുവൻ സംസ്കാരത്തിന്റെയും പ്രതീകമാണെന്ന് തലച്ചുമടായിട്ട് ചുമന്നു നടക്കേണ്ട വല്ല ബാധ്യത ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കുണ്ടോ? ഈ ഋഗ്വേദത്തിലല്ലേ ചാതുവർണ്ണത്തെ സ്ഥാപിക്കുന്ന പുരുഷ സൂക്തം എഴുതിയിരിക്കുന്നത്? ഈ പുരുഷ സൂക്തം അല്ലേ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് ചൊല്ലി അർച്ചന നടത്തുന്നത്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് ശൂദ്രൻ കാലിൽ നിന്നുണ്ടായി എന്ന് പറയുന്ന
ശൂദ്രന്റെ അടിമാവസ്ഥയെ ചിത്രീകരിക്കുന്ന ഈ സൂക്തം ചൊല്ലിയിട്ടാണ് എല്ലാ ദിവസവും ഭഗവാന് പുഷ്പാഞ്ജലി ചെല്ലുക. ഇനി സന്ധ്യയ്ക്ക് ചെല്ലുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ലളിതാ സഹസ്രനാമം, അത് പ്രൊഫസർ അലക്സിസ് ആൻഡേഴ്സൺ അദ്ദേഹത്തിന്റെ വിശദമായ പ്രബന്ധമുണ്ട് ലളിതാ സഹസ്രനാമത്തെ പറ്റി. ഏതാണ്ടൊരു 350 പേജോളം വരുന്ന സുദീർഘമായ പ്രബന്ധമാണ് ലളിതാ സഹസ്രനാമത്തെ പറ്റി. അതിൽ അലക്സിസ് ആൻഡേഴ്സൺ പറയുന്നത്, അതുവരെ നിലനിന്ന തദ്ദേശീയമായ അമ്മദൈവാരാധനകളെ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച കാലഘട്ടത്തിലാണ് ലളിതാ സഹസ്രനാമം രചിക്കപ്പെടുന്നത്. യോക്കോ യോക്കോച്ചിയുടെ വിന്ധ്യാവാസിനിയെ സംബന്ധിച്ച പ്രബന്ധത്തിൽ യോക്കോ യോക്കോച്ചി പറയും, വിന്ധ്യാപർവ്വത വനവാസികൾ ആരാധിച്ചിരുന്ന ഒരമ്മ ദൈവത്തെ ബ്രാഹ്മണർ ആരാക്കി മാറ്റി? ദുർഗയാക്കി മാറ്റി. അങ്ങനെ വിന്ധ്യാപർവ്വതത്തിലെ വനവാസികളുടെ ആദിവാസികളുടെ ദൈവത്തെ ആരടിച്ചെടുത്തു? ബ്രാഹ്മണ്യം അടിച്ചെടുത്തു. കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ വിട്ടൽ എന്ന് പറയുന്ന ഒരു ദൈവം, പശുപാലകർ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവം, വിട്ടലിനെ ബ്രാഹ്മണ്യം ആരാക്കി മാറ്റി? വിഷ്ണുവാക്കി മാറ്റി. കഴിഞ്ഞില്ല. തിരുപ്പതി ക്ഷേത്രം, തിരുപ്പതിയില് ഒരു വലിയ ദൈവം ഉണ്ടായിരുന്നു. ചാമ കൃഷി ചെയ്തിരുന്ന അവിടുത്തെ ആദിവാസികൾ ആരാധിച്ചുകൊണ്ടിരുന്ന വരാഹം എന്ന് പറയുന്ന ദൈവം, പന്നി, ആ ദൈവത്തെ ബ്രാഹ്മണ്യം ആരാക്കി മാറ്റി? ഇന്ന് കാണുന്ന തിരുപ്പതി മൂർത്തിയാക്കി മാറ്റി. ഇങ്ങനെ ബ്രാഹ്മണ്യത്തിന് ഒരു അപഹരണത്തിന്റെ ചരിത്രം മാത്രമേ ഉള്ളൂ. ഒരു മോഷ്ടാവിന്റെ റോളാണ് ബ്രാഹ്മണ്യത്തിനുള്ളത്. ബ്രാഹ്മണ്യം സ്വന്തമായി ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല, ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഇന്ത്യയിലെ പഞ്ചകമ്മാളരും ഇന്ത്യയിലെ അധ്വാന വർഗ വിഭാഗങ്ങളും സൃഷ്ടിച്ചെടുത്ത വിജ്ഞാനത്തെ അപഹരിച്ച് സംസ്കൃതത്തിലാക്കുകയാണ് ബ്രാഹ്മണ്യം ചെയ്തത്. മയമതവും മനുഷ്യാലയ ചന്ദ്രികയും ഒക്കെ തന്നെ ഇന്ത്യയിലെ പഞ്ചകമ്മാളർ സൃഷ്ടിച്ച അറിവ് രൂപങ്ങളാണ്. അതിലെ ബ്രാഹ്മണർ ആരാക്കി എന്താക്കി മാറ്റി? മനുഷ്യാലയ ചന്ദ്രികയാക്കി മാറ്റി, മയമതമാക്കി മാറ്റി. എന്നിട്ട് അവസാനം വാസ്തു നോക്കാൻ ആരെ വിളിക്കും? ഡാഷ് നമ്പൂതിരിപ്പാട്, ഡാഷ് സോമയാജിപ്പാട്, ഡാഷ് ഭട്ടതിരിപ്പാട്. അവര് വന്നാലേ പറ്റൂ. പക്ഷെ പണിയെടുത്തത് മുഴുവൻ ആരാ? ഇന്ത്യയിലെ ആശാരിമാരും മൂശാരിമാരും കല്ലന്മാരും കൊല്ലന്മാരും പണിയെടുത്തത് മുഴുവൻ വെറുതെ. അതിന്റെ വിജ്ഞാനത്തിന്റെ കുത്തക മുഴുവൻ ആര് സ്വന്തമാക്കി? ബ്രാഹ്മണ്യം സ്വന്തമാക്കി. ആരാണ് തന്ത്രം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്? ചരിത്ര പണ്ഡിതനായ ആർ എസ് ശർമ്മ വിശദീകരിക്കുന്നുണ്ട്, ഇന്ത്യയിലെ ഗോത്രനിവാസികളുടെ ആരാധനയായിരുന്നു തന്ത്രം എന്നുള്ളത്. BC 7-ാം നൂറ്റാണ്ടിൽ ബാണഭട്ടൻ അദ്ദേഹത്തിന്റെ കാദംബരിയിലും ഹർഷചരിതത്തിലും പറയും, കാളിയെ ആരാധിച്ചിരുന്നത് ശബരർ എന്ന് പറയുന്ന ഗോത്രനിവാസികളായിരുന്നു. അവര് സുര കൊണ്ടും മാംസം കൊണ്ടുമാണ് കാളിയെ ആരാധിച്ചിരുന്നത് എന്ന്. പക്ഷെ ഇപ്പൊ ഇന്ന് കാളിയെ പൂജിക്കുന്ന ആരാണ്? ബ്രാഹ്മണ്യമാണ്. ഇങ്ങനെ ഇന്ത്യയിലെ വിജ്ഞാനത്തെ, സാംസ്കാരികമായ ബഹുസ്വരതകളെ, സാംസ്കാരികമായ സമ്പന്നമായ പൈതൃകത്തെ, മാതൃകത്തെ ഒക്കെ തന്നെ ബ്രാഹ്മണ്യം അപഹരിച്ച് സ്വന്തമാക്കി വീർപ്പുമുട്ടിച്ച് ഞെക്കി ഉടച്ചതിന്റെ ചരിത്രം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത്. ഒരു കാര്യം കൂടി നമ്മൾ അറിയണം. കേളല്ലൂർ നീലകണ്ഠ സോമയാജിയും സംഗമഗ്രാമ മാധവനുമാണ് ഇന്ത്യയിലെ ഗണിതത്തിന്റെ സൃഷ്ടാക്കളെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആ ചരിത്രം തന്നെ നമ്മളൊന്ന് പരിശോധിക്കണം. ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് കടന്നു വന്ന അറബികളിൽ നിന്നാണ് ഈ ബ്രാഹ്മണർ ഗണിതവിദ്യ ആർജിച്ചെടുത്തത്. ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് കടന്നു വന്ന ആദ്യകാല അറബി വ്യവസായികളാണ് ഈ കേരളത്തിൽ ഗണിതം വാരി വിതറിയത്. പക്ഷേ ആ സിദ്ധാന്തത്തിന്റെയൊക്കെ കൈകാര്യകർത്താക്കളായിട്ട് ആര് മാറി? ഈ കേളല്ലൂർ നീലകണ്ഠ സോമയാജിയും സംഗമഗ്രാമ മാധവൻ മുതലായ ബ്രാഹ്മണർ മാറിത്തീർന്നു. അവരുടെ വിജ്ഞാനത്തെ ഞാൻ അപഹസിക്കുകയല്ല, പക്ഷെ അവരാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് പറയരുത്. അതിനു മുമ്പുള്ള ചരിത്രത്തിലേക്ക് കൂടി കടന്നുപോയാൽ മാത്രമേ ഇന്ത്യയിലെ ഗണിതത്തിന്റെ പാരമ്പര്യം ആർക്കായിരുന്നു നമുക്ക് ബോധ്യപ്പെടത്തുള്ളൂ. പരാശര ഗീതയും കൃഷിഗീതയും ബ്രാഹ്മണർ എഴുതിക്കൂട്ടി. പക്ഷെ ഇതുവരെ ബ്രാഹ്മണർ കൃഷി ചെയ്തിട്ടില്ല. കൃഷി ചെയ്തത് മുഴുവൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. പക്ഷെ പുസ്തകം എഴുതിയതാരാണ്? മുഹൂർത്ത പദവിയും കാലദീപകവും എഴുതിയതാരാണ്? ബ്രാഹ്മണരാണ്. അങ്ങനെ വിജ്ഞാനത്തിന്റെ കുത്തക അധികാരികളായി ബ്രാഹ്മണ്യം മാറി. സുഗതകുമാരി ഒരു കവിത എഴുതിയിട്ടുണ്ട്, എന്റെ കൃഷ്ണനെയും നിങ്ങൾ അപഹരിച്ചു,
എൻ്റെ മയിൽപീലിയും നിങ്ങൾ അപഹരിച്ചു. ഈ നിങ്ങളെന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ്യമാണ് അപഹരിച്ചത്, ബ്രാഹ്മണ്യമാണ് എല്ലാം അപഹരിച്ചത്. പക്ഷേ ഒരു സത്യസന്ധനും ധാർമ്മികനുമായ ഒരാളെ നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ ഒരു പൂണൂലിട്ട ഒരാളെ മാത്രമായിരിക്കും നിങ്ങൾ എല്ലാവരും കാണുക. ഒരു സത്യസന്ധനായ ആളെ മനസ്സിൽ സങ്കല്പിക്കാൻ പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഭട്ടതിരിയായിരിക്കും മനസ്സിൽ തെളിയുക. ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ ബോധം തന്നെ ബ്രാഹ്മണികമായൊരു സാമൂഹ്യ ബോധമാണ്. വിജ്ഞാനമുണ്ടാക്കിയവരെല്ലാം തന്നെ പുറന്തള്ളപ്പെടുകയും അതിനെ അപഹരിച്ചവർ വലിയ രീതിയിൽ മാറിത്തീരുകയും ചെയ്യുന്ന ഒന്നായി പരിണമിച്ചു. 2-3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, സമയം വളരെ വൈകി. അതിതാണ് ഇന്ത്യയുടെ മെറ്റാഫിസിക്കലായ ബ്രാഹ്മണ്യം എഴുതിക്കൂട്ടിയ അദ്വൈത സിദ്ധാന്തം ഉൾപ്പെടെയുള്ള സങ്കല്പങ്ങളെ സംബന്ധിച്ചാണ്. അത് ഭാഗവത പുരാണം വായിക്കാൻ നേരം ഭാഗവത പുരാണത്തിൽ അതിരാവിലെ ചൊല്ലുന്ന ഒരു കീർത്തനമുണ്ട്. ആ കീർത്തനം ഇതാണ്: കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം പത കളയരുതാരും, മരണം വരുമിന് എന്നു നിനച്ചിഹ മരുവുക സതതം നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം ബത കളയരുതാരും, മരണം വരുമിന് എന്ന് നിനച്ചിക മരുവുക സതതം നാരായണ ജയ. നിങ്ങൾക്കെല്ലാവർക്കും മരണം വരും, അതുകൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കഴിയുക. അതിന്റെ തുടർച്ചയായ ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഈ ലോകം നശ്വരമാണെന്നും ഇത് ക്ഷണപ്രഭാചഞ്ചലമാണെന്നും ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് മോർക്കനി എന്നൊക്കെയുള്ള വരികളുണ്ടല്ലോ. എന്താണ്, ഒരു ചുട്ടുപഴുത്ത ലോഹക്കഷ്ണത്തിലേക്ക് ജലത്തുള്ളികൾ വീണ് വറ്റിപ്പോകുന്ന അത്രയും പോലും ആയുസേ മനുഷ്യർക്കുള്ളൂ എന്നൊക്കെയുള്ള അതിഭൗതികമായ വ്യാഖ്യാനങ്ങളിലൂടെ ഇന്ത്യൻ ബ്രാഹ്മണ്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഭൗതികാസ്പദങ്ങൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ സമരത്തെ നിർവീര്യമാക്കാൻ മാത്രമേ ഇന്ത്യയിലെ മെറ്റാഫിസിക്കൽ സങ്കല്പങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണ്യം, ഈ സങ്കല്പങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക് മേൽ പ്രക്ഷേപിച്ച് അവരെ ഭൗതികാസ്പദങ്ങളിൽ നിന്ന് പുറന്തള്ളി ഭൗതികതകളുടെ മേൽ ആറാടാൻ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യൻ ബ്രാഹ്മണ്യം കരസ്ഥമാക്കാത്ത, അപഹരിക്കാത്ത ഒറ്റ പുസ്തകം പോലും ഇന്ത്യയിലില്ല. അതിലൊരു കാര്യം, ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്നത് ശങ്കരന്റെ അദ്വൈത വേദാന്തമാണെന്നാണ് നമ്മൾ നിരന്തരം പറയുക. ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ അത് ശങ്കരനും ശങ്കരാചാര്യരും അദ്വൈത വേദാന്തവുമാണെന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞത്. സുകുമാർ അഴീക്കോട് പറഞ്ഞത് ശങ്കരൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സിദ്ധാന്തം എന്താണെന്ന് ചോദിച്ചാൽ, സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ അത് അദ്വൈത വേദാന്തമാണെന്നാണ് പറഞ്ഞത്. ആ അദ്വൈത വേദാന്തത്തിലെ ഒരു വാചകം മാത്രം ഞാനിവിടെ വായിക്കാം. ബ്രഹ്മസൂത്രം 1:3:37 ശ്രവണാദ്യേന പ്രതിഷേധാത് സ്മൃതേശ്ച ഇതശ്ച ന ശൂദ്രസ്യ അധികാരഃ യദസ്യ സ്മൃതേഃ ശ്രവണാദ്യേനാർത്ഥ പ്രതിഷേധോ ഭവതി വേദശ്രവണ പ്രതിഷേധഃ തദർത്ഥജ്ഞാനാനുഷ്ഠാനയോശ്ച പ്രതിഷേധഃ ശൂദ്രസ്യ സ്മര്യത്തെ ശ്രവണ പ്രതിഷേധസ്താവത് അധഹാസ്യ വേദമുപസൃണ്ണത ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഇതി പത്യുഹവ ഏതശ്മശാനം യത് ശൂദ്രത്തസ്മാത് ശൂദ്ര സമീപേനാധ്യേതവ്യം ഇതി ച. ശങ്കരൻ പറയുന്ന അദ്വൈത സിദ്ധാന്തത്തിന്റെ കൊടുമുടി കണ്ട ആള് എന്താണ് ശങ്കരൻ പറഞ്ഞത്? ശൂദ്രന് വേദാധികാരമില്ല. വേദശ്രവണ പ്രതിഷേധ, വേദം ശൂദ്രന് പഠിക്കാൻ അധികാരമില്ലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, ഈ ശൂദ്രനെന്നും അതിശൂദ്രൻ എന്നൊക്കെ പറയുമ്പം ഇന്ത്യയിലെ ഈ ദളിത പിന്നോക്ക ജാതി വിഭാഗങ്ങളാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട കേട്ടോ. അത് കേരളീയ ശൂദ്രര് ഒക്കെ ബാധകമാണ്. അത് ഇന്ത്യയിലെ ദളിതർക്കൊന്നും ബാധകമല്ല. കാരണം ഇന്ത്യയിലെ ദളിതരും പിന്നോക്ക ജനതയും ഒന്നും വേദം പഠിക്കാൻ മുട്ടി നടക്കുകയല്ലായിരുന്നു. അവർക്ക് സ്വന്തമായി ദൈവസങ്കല്പങ്ങളും വിജ്ഞാനവും ഭാവനയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേദം പഠിക്കാൻ മുട്ടി നടന്നതും അതിന്റെ പുറകെ നടന്നതും ഞങ്ങളെ കൂടി പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ ബ്രാഹ്മണ്യത്തിന്റെ പാദസേവ ചെയ്ത് നടന്ന ചരിത്രം ശൂദ്രർക്കാണ് ഉള്ളത്. അവരത് എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. അതേവ അധ്യയന പ്രതിഷേധഃ യസ്യ ഹി സമീപേ വിനാധ്യേതവ്യം ഭവതി സകഥമശ്രൂതമധീത.
ശൂദ്രന്മാർക്ക് വേദം പഠിക്കാൻ അനുവാദമില്ല. എന്തുകൊണ്ട്? കാരണം ഏതശ്മശാനം, ശൂദ്രൻ ഒരു സഞ്ചരിക്കുന്ന പട്ടടയാണ്. ശൂദ്രൻ ആരാണ്? ഒരു സഞ്ചരിക്കുന്ന പട്ടടയാണ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പേരാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രം പേരെന്താണ്? ബ്രഹ്മസൂത്രം. പക്ഷെ പറയുന്നത് മുഴുവൻ എന്താണ്? തനി അസമത്വവും തനി ജാതിവെറിയും കൊടിയ ജാതിവെറിയാണ് അദ്വൈത വേദാന്തത്തിൽ ഉള്ളടങ്ങിയത്. കൊടിയ ജാതിവെറി. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, ഈ ജാതിയെ, ഈ അസമത്വ ജാതി ബ്രാഹ്മണ്യത്തെ തകർക്കണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഡൈനാമിറ്റ് വെച്ച് തകർക്കണം. ഒരു താള് പോലും അവശേഷിക്കരുത്. ആ രീതി തകർത്ത് തരിപ്പണമാക്കണം എന്ന് അംബേദ്കർ പറയാൻ കാരണം ഇതാണ്. ഒരു കാര്യം കൂടി, എന്തുമാത്രം ബ്രാഹ്മണ്യത്തിന്റെ അസഹിഷ്ണുതയുടെ ഒരു തെളിവാണ് അടുത്ത വരി. അതേവ ച അർത്ഥാത് അർത്ഥജ്ഞാനാനുഷ്ഠാനയോഹോ പ്രതിഷേധാ ഭവതി ന ശൂദ്രായ മതിം ദദ്യാത് ഇതി. ശൂദ്രന് ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശൂദ്രന് ബുദ്ധി ഉണ്ടാകാൻ പാടില്ലെന്ന് എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് ബ്രഹ്മസൂത്രം. ന ശൂദ്രായ മതിം ദദ്യാത്, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്വൈത വേദാന്തത്തിന്റെ ക്ലാസ് കാരണം ഇപ്പൊ കേരളത്തിൽ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ഭഗവത്ഗീത, ജ്ഞാനയജ്ഞം, സത്രം, സപ്താഹം എല്ലായിടത്തും വായിക്കുന്ന പുസ്തകങ്ങളാണ്. ഇതിൽ കൂടുതൽ വായിക്കാനുണ്ട്, പക്ഷെ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് അടിമുടി ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ. ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ടിരിക്കുന്ന സമൂഹം. ആ ഉപ്പിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ നമുക്കൊരു ജനാധിപത്യ സാമൂഹ്യ ശരീരത്തിലേക്ക് കടക്കുവാനും അത്തരമൊരു സങ്കല്പം സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഈ ബ്രാഹ്മണ്യ ഇന്ത്യ തുടരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പ്രാതിനിധ്യ അട്ടിമറികളിലൂടെ 99% സവർണർക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ നിയമനങ്ങളിലൂടെ, സംവരണ അട്ടിമറിക്ക് കീർത്തിയേറ്റ സർവകലാശാല അഴിമതികളിലൂടെ, ക്യാബിനറ്റ് സെക്രട്ടറി തസ്തികകളിൽ ഭൂരിഭാഗവും സവർണരെ നിയമിച്ചുകൊണ്ട് മാത്രം ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ 3% മാത്രമാണ് ദളിതരുടെ പ്രാതിനിധ്യം. 3%-ത്തിൽ താഴെ മാത്രം. 95% ബ്രാഹ്മണരാൽ കുത്തിനിറക്കപ്പെട്ടിരിക്കുന്ന നീതിന്യായ കോടതികൾ. മുസ്ലിങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല, അവരെ അടുപ്പിക്കത്തേയില്ല. പാഠപുസ്തകങ്ങൾ തന്നെ ഇതിന്റെ അടിസ്ഥാനപരമായി ഉപാധികളാക്കി ഇന്ത്യൻ ബ്രാഹ്മണ്യം മാറ്റിയെടുത്തിരിക്കുന്നു. NEP എന്നറിയപ്പെടുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള സിലബസുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പോലും സാമുദായിക സംവരണം വർഗീയ വിപത്താണ് എന്ന് പറയുന്ന പാഠപുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമുദായിക സംവരണം എന്റെ ദേശീയ മുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞ നാരായണ ഗുരുവിന്റെ നേർശിഷ്യൻ സഹോദരനയ്യപ്പൻ ജീവിച്ച നാടാണിത്. പക്ഷേ കുൽസിതരായ സവർണശൂദ്ര ബുദ്ധിജീവികൾ ഈ പാഠപുസ്തക സിലബസ് പരിഷ്കരണ വേദികളിൽ മുഴുവൻ കടന്നു കയറി ഈ ബ്രാഹ്മണ്യാശയങ്ങൾ പാഠപുസ്തകങ്ങളിലെല്ലാം അടിച്ചേൽപ്പിക്കുകയാണ്. എഴുത്തച്ഛന്റെ രാമായണം കൂടാതെ ഒറ്റ മലയാള പാഠപുസ്തകം ആരംഭിക്കത്തേ ഇല്ല. ഒറ്റ പുസ്തകം പോലും. അല്ലെങ്കിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് വെച്ചിട്ടായിരിക്കും പാഠപുസ്തകം ആരംഭിക്കുന്നത്. ആഴിമകൾ ഒരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ഉലകു വാഴിയായ തമ്പുരാനത്രയും താഴത്തന്റെ വയസ്സേനെ ദൂരത്തു കണ്ടു. കൃഷ്ണൻ കരഞ്ഞുകൊണ്ട് വരുന്ന അലീമസമായ വസ്ത്രം ധരിച്ച കുചേലനെ കണ്ടു. ഏറ്റിയിരുത്തി കസേരയിൽ. കാല് കഴുകി കൃഷ്ണൻ. എന്ത് ചെയ്തു? വന്നിട്ട് ആ വെള്ളം രുക്മിണിക്ക് കുടിക്കാൻ കൊടുത്തു. എല്ലായിടത്തും തളിക്കാൻ പറഞ്ഞു. സാനിറ്റൈസറാണ് കുചേലന്റെ കാല് കഴുകിയ വെള്ളം. നല്ല സാനിറ്റൈസർ, ഉത്തമമായ സാനിറ്റൈസർ. കഴിഞ്ഞില്ല, അവല് മേടിച്ച് കഴിച്ചു. അവല് ഒരു പിടി കഴിച്ചപ്പോഴത്തേക്കും കുചേലന് നല്ല വീടുണ്ടായി, ഭയങ്കര ആടയാഭരണങ്ങളായി, ഭാര്യയുടെ കഴുത്തിൽ മാല. നിങ്ങൾ കുചേലൻ സിനിമ കണ്ടാൽ അറിയാം. ഭക്ത കുചേല സിനിമ കണ്ടാൽ മതി. രണ്ടാമത്തെ പിടി അവല് കഴിച്ചപ്പോഴത്തേക്കും കുചേലന്റെ സർവ്വ സ്വത്തുക്കളുമുള്ള ആളായി മാറി. മൂന്നാമത്തെ അവല് പിടിച്ചപ്പോഴത്തേക്കും രുക്മിണി കൃഷ്ണന്റെ കയ്യിൽ പിടിച്ചു. ഇനിയും കഴിക്കരുത്, കാരണം ഞാൻ കുചേലന്റെ അടിമയായി മാറും. എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്?
ഈ കഥയുടെ യഥാർത്ഥ രൂപമാണ് അഗ്രഹാരങ്ങൾക്ക് 10 ലക്ഷം അനുവദിച്ചുകൊണ്ടും മുന്നോക്ക സംവരണത്തിലൂടെയും ഇന്ത്യയിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കഥകളാണ് നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് വായിക്കുന്നത്. ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ പോലും എന്താണ് നമ്മളോട് പറയുന്നത്? ഈ സവർണതയാണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാത്തന് അധികാരം കിട്ടിയ വലിയ പ്രശ്നമാണ് എന്നത് പറയുന്നു. ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയ ബോധ്യം എന്ന് പറയുന്നത് അടിമുടി ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. പാഠപുസ്തകങ്ങളിൽ ഒരു ഉദാഹരണം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഗോഡ്സെയെ പറ്റി, ഗാന്ധി വധത്തെ സംബന്ധിച്ചൊരു പാഠമുണ്ട് ഈ NCERT സിലബസിൽ. അതിൽ പറയും ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ. നേരത്തെ ഒരു വാചകം കൂടെ അതിൻ്റെ ഉണ്ടായിരുന്നു, ഒരു ചിപ്പാവൻ ബ്രാഹ്മണൻ. ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ ചിപ്പാവൻ ബ്രാഹ്മണനില്ല, ഗോഡ്സെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ചിപ്പാവൻ ബ്രാഹ്മണനാണ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്തത്? കാരണം ആ പാഠപുസ്തക കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന സഹസ്രബുദ്ധ ഒരു ചിപ്പാവൻ ബ്രാഹ്മണനാണ്. അതുകൊണ്ടാണ്. കാരണം ഒരു ബ്രാഹ്മണൻ ആരെങ്കിലും കൊല്ലുവോ? കൊല്ലില്ല. അവർക്ക് അങ്ങനെ കൊല്ലാൻ സാധിക്കും? ഗുജറാത്ത് ബിൽക്കീസ് ബാനുവിന്റെ കേസ് നമ്മൾ കണ്ടതാ. ഒരു ബ്രാഹ്മണന് കൊല്ലാൻ കഴിയില്ല എന്ന മുൻവിധിയാണ് ഇതിനെല്ലാം ഉള്ളത്. പക്ഷേ ഞാൻ അതിനെ സംബന്ധിച്ചൊരു വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. ന്യൂസ് പേപ്പറുകളിൽ വന്ന ബ്രാഹ്മണർ പ്രതിയായ ആയിരക്കണക്കിന് കേസുകൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വൈകാതെ ഒരു ഗവേഷണ പ്രബന്ധമായിട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ബ്രാഹ്മണർ തന്നെ പ്രതിയാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ചായക്കടയിലും ഹോട്ടലിലും എല്ലാം തന്നെ എന്താണ്, കോഴിക്കോട് സ്വർണ്ണം ഇറക്കുമതി വന്നു, കള്ളപ്പണം പിടിച്ചു. ഓ, മുസ്ലിങ്ങളാണല്ലോ എല്ലാം. അടുത്ത വാർത്ത, അവിടെയും മുസ്ലിങ്ങൾ. ഇത് മുഴുവൻ മുസ്ലിങ്ങളെ കൊണ്ട് ആകെ പ്രശ്നമാണ്, എല്ലാം കള്ളന്മാരാ. ഇങ്ങനത്തെ ഒരു ആഖ്യാനം നമ്മുടെ സമൂഹത്തിൽ നിരന്തരം ശക്തമായി പ്രചരിക്കപ്പെടുകയാണ്. പക്ഷെ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ ഈ മോഷണ ചരിത്രവും ഈ അപഹരണ ചരിത്രത്തെ പറ്റിയും നമ്മൾ സമ്പൂർണ്ണ മൗനത്തിലുമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി 2 കാര്യങ്ങളുണ്ട്. ഗണേശ ജയന്തിയെ പറ്റി പാഠപുസ്തകത്തിൽ പറയും. ഗണേശ ജയന്തിയുടെ അന്ന് നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോകും. ആരെയും നമ്മള്? ഗണേശ ജയന്തിയുടെ അന്ന് എത്ര പേര് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത്? ഇവിടെ വൈക്കത്ത് ഇതുവരെ ശ്രീകോവിലിനുള്ളിലേക്ക് ഒരു അബ്രാഹ്മണന് കയറാൻ പറ്റിയിട്ടില്ല. ഗുരുവായൂർ കയറാൻ പറ്റിയിട്ടില്ല. ശബരിമലയിൽ ഇപ്പോഴും പോരാട്ടത്തില. പിന്നെ ആരാണ് നമ്മൾ? ഗുരു നാരായണ ഗുരുസ്വാമി പറഞ്ഞല്ലോ, ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരു അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു. കാരണം ഈ ഹിന്ദു എന്ന് പറയുന്ന ഐഡന്റിറ്റി സ്വീകരിച്ചാൽ അതിന്റെ അസമത്വ ജാതി വ്യവസ്ഥയെ സ്വീകരിക്കേണ്ടി വരും. ഈ അസമത്വ ജാതി ബ്രാഹ്മണ്യ ബോധത്തെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? വിശാലമായ മറ്റൊരു ആധ്യാത്മിക ഭാവന ഗുരു അവതരിപ്പിച്ചു. എന്താണ് ഇതിന് പരിഹാരം? 4 പോംവഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 1, നമ്മൾ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കണം. 2, പ്രാതിജനായത്വത്തിന്റെ സമരഭാവനകളെ ഉണർത്തിയെടുക്കുകയും ജാതി സെൻസസ് നടത്തുക, ജാതി സെൻസസ് എന്നല്ല പറയേണ്ടത്, സാമുദായിക സെൻസസ് നടത്തുക എന്നുള്ള അടിയന്തര ആവശ്യം ഉന്നയിക്കപ്പെടണം. ഈ ബ്രാഹ്മണ്യ വിമർശനം തുടരണം. എന്തുകൊണ്ടെന്നാൽ ഈദുൽ ഫിത്തറിനെ പറ്റിയുള്ള പാഠത്തിൽ പറയുന്നത് ഗണേശ ജയന്തിക്ക് നമ്മളെല്ലാവരും അമ്പലത്തിലേക്ക് പോകും, ഈദുൽ ഫിത്തറിന് അവരെല്ലാവരും പള്ളിയിലേക്ക് പോകും. ആരാണ് ഈ അവർ? അപ്പൊ ജാതി ബ്രാഹ്മണ്യത്തിന്റെ അടിസ്ഥാന ആശയം നിലനിൽക്കുന്നത് തന്നെ ഈ അപരരെ സൃഷ്ടിച്ചുകൊണ്ടാണ്. അപരത്വത്തിലാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം വിലീനമായിരിക്കുന്നത്. ഈ അപരഭാവനകളാണ് ആയിരക്കണക്കായ മുസ്ലിം പള്ളികൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു മടിയും കൂടാതെ ദർഗകൾ പൊളിക്കുന്നതിന് ഹിന്ദുത്വത്തെ പ്രേരിപ്പിക്കുന്നത് സ്വാഭാവികമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇസ്ലാമോഫോബിയ നിലനിൽക്കുകയും മുസ്ലിങ്ങൾ വെറുക്കപ്പെടേണ്ടവരാണെന്നൊരു ഭാവന നമ്മുടെ സമൂഹത്തിൽ ശക്തമായി വേരോടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട, നമ്മളേവരും തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ വസ്തുത എന്തെന്നാൽ ബ്രാഹ്മണ്യം നമ്മുടെ സ്വാഭാവിക സാംസ്കാരിക ബോധമായി നിലനിൽക്കുകയാണ്. അതിനെ വിധ്വംസാത്മകമായി പിളർക്കാതെ ഇന്ത്യക്കൊരു ജനായത്ത ശരീരമായി, ജനായത്ത രാഷ്ട്രമായി മാറിത്തീരുവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര വേഗം നാം ഇത് തിരിച്ചറിയുന്നവോ അത്രയും നന്ന്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ഹിന്ദുത്വം ഇപ്പോൾ കാർന്ന് തിന്ന് അതിനെ എല്ലും തൊലിയുമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്.
ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിനേറ്റ മുറിവ് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയെ തന്നെ കീറി മുറിച്ച് തവിടുപൊടിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. നാം ഏവരും അതുകൊണ്ട് തന്നെ ജാഗരൂകരായിരിക്കുകയും പ്രത്യയശാസ്ത്രപരമായും ആശയപരമായും പലതരത്തിലുള്ള ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഭിന്നതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജാതിബ്രാഹ്മണ്യത്തെ സമ്പൂർണമായി അകറ്റി നിർത്തി സാഹോദര്യ സമഭാവനയുള്ള ഒരു രാഷ്ട്ര ശരീരത്തിന്റെ നിർമ്മാണത്തിനായി അതുല്യമായി പ്രയത്നിക്കേണ്ട ഒരു അടിയന്തര സ്ഥാനത്താണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു വിശാലമായ ജനാധിപത്യ സ്ഥലിയുടെ നിർമ്മാണത്തിനായി അഹോരാത്രം നാം പ്രയത്നിക്കുകയും ഈ സംവാദത്തെ തുടർന്നു കൊണ്ടുപോവുകയും നമ്മുടെ അമ്പലത്തറകളിലും പള്ളികളിലും മോസ്കുകളിലും വീട്ടകങ്ങളിലും ഊണുമേശയിലും കാപ്പിക്കടയിലും ഈ ചർച്ചകൾ തുടർന്നാൽ മാത്രമേ നമ്മുടെ പൗരരെ ഈ ബ്രാഹ്മണ്യത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയൂ. അത്തരമൊരു മോചനത്തിന് മാത്രമേ സാഹോദര്യത്തെ ഒരു സഹജീവന പ്രക്രിയയാക്കി മാറ്റാൻ കഴിയൂ. അതാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭാവന ചെയ്തത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ലക്ഷ്യമാക്കിയത് അനിഹിലേഷൻ ഓഫ് ബ്രാഹ്മണ്യമാണ്. ബ്രാഹ്മണ്യം ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇന്ത്യയിൽ സാഹോദര്യം ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറിത്തീരുകയുള്ളൂ. അതിനായി നമുക്ക് ഒന്നു ചേർന്ന് പ്രയത്നിക്കാം എന്ന് മാത്രം ഞാൻ പറയുന്നു.